ഓം ശ്രീ സായിറാം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ശ്രീ PV സുരേഷ് കുമാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി മഞ്ജു സുരേഷും കൂടെയുണ്ട്. ഇരുവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്തരം ഒരു പരിപാടിയിൽ തുടക്കത്തിൽ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പുട്ടപർത്തിയിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അവിടെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഞാൻ ബൈ ഡിഫോൾട്ട് സ്വാമിയുടെ ഡിവോട്ടി ആയ ആളാണ്. കാരണം എൻ്റെ കൊച്ചുനാളിൽ ലേറ്റ് 60s തന്നെ എൻ്റെ പേരൻസ് സ്റ്റാഞ്ച് റിവോട്ടീസ് ആയിരുന്നു. അപ്പോൾ അവരുടെ പാതയിൽ ഞാൻ സായി ഫോർട്ടിലേക്ക് വന്ന ആളാണ്. എനിക്ക് പിന്നെ വേറൊന്നും ആലോചിക്കാനില്ലായിരുന്നു. അന്ന് മുതൽ തന്നെ ഒരു സായി ഫാമിലിയുടെ ഒരു റൊട്ടീനിലേക്ക് ഞാൻ വന്നു. അങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വാമിയെക്കുറിച്ച് ഇൻ കോഴ്സ് ഓഫ് ടൈം വലുതായപ്പോൾ സ്വാമിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു, മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെ പാതയിലോട്ട് തന്നെ അതേ രീതിയിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ റുട്ടീനായിരുന്നു വ്യാഴാഴ്ച ഭജനകളും ഞായറാഴ്ച നഗരസങ്കീർത്തനവും ബാലവികാസും, അങ്ങനെ ഒരു റുട്ടീനിൽ. അത് മാത്രമല്ല, ഒരുപാട് സർവീസ് ആക്ടിവിറ്റീസ് അന്ന് കൊല്ലം സമിതിയായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിനകത്തൊക്കെ നമുക്ക് ഭാഗമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ കൊച്ചിലെ തന്നെ അങ്ങനെ ഒരു റുട്ടീനിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിച്ചൊരു കാര്യമായിട്ട് എപ്പോഴും തോന്നുന്നത്. അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പോയപ്പോഴത്തേക്ക് കുറച്ച്, ഐ മസ്റ്റ് കൺഫസ്, സ്വാമിയുടെ ഫോൾഡിൽ നിന്ന് കുറച്ച് മാറി. ബട്ട് അഗെയിൻ തിരിച്ച് എറണാകുളത്തേക്ക് വരികയും പ്രൊഫഷനിലേക്ക് തിരിച്ചു വരികയും ചെയ്തപ്പോൾ ഞാൻ സത്യത്തിൽ ഐ മസ്റ്റ് റെഫർ ടു വൺ പേഴ്സൺ. ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണനാണ്. ഞാൻ കോടതിയിൽ നിന്ന് തിരിച്ച് കൊല്ലത്തും തിരിച്ചിവിടെ എത്തിയപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത ഓഫീസിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണനാണ്. അദ്ദേഹം അവിടുത്തെ ലോയറാണ്. ഈ ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ്റെ അമ്മയാണ് എന്നെ സത്യത്തിൽ ആദ്യമായിട്ട് സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ തിരിച്ച് എറണാകുളത്ത് വന്നത് 1989 എറണാകുളത്ത് വരുമ്പോൾ സത്യത്തിൽ സ്വാമി എന്നെ കാത്തിരിക്കുകയാണ്. എന്നെ സ്വാമിയുടെ ആ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വാമി പ്ലാൻ ചെയ്താണ് രാധാകൃഷ്ണൻ അവിടെ ഇരുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നെ 89 മുതൽ നമ്മൾ ആ അതേ ഫോൾഡിൽ മുമ്പോട്ട് പോവുകയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട്, ഓഫ്കോഴ്സ് ഞാനൊരു സാധാരണ സ്കൂളിൽ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് ലൈഫിൽ ഒരിക്കലും എനിക്ക് എത്താൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ഞാൻ കരുതിയിരുന്ന ഒരു സ്ഥാനമൊന്നുമല്ല ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടത്. എവറിത്തിങ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും എനിക്ക് വേണ്ടി സ്വാമി ഡിസൈൻ ചെയ്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വക്കീലായിരുന്നപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ജഡ്ജായപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ജഡ്ജായതിനു ശേഷമുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു പ്രാവശ്യം പുട്ടപർത്തിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ജഡ്ജസിന് പലപ്പോഴും ഉള്ള ഒരു ഏറ്റവും വലിയ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ടു ഡിസൈഡ് ബിക്കോസ് യു കാൺട്ട് ഡിസൈഡ് ഇൻ ഫേവർ ഓഫ് ബോത്ത് സൈഡ്സ്. യു വിൽ ഹാവ് ടു ഡിസൈഡ് ഇൻ ഫേവർ ഓഫ് വൺ. But naturally, it's a very, very difficult task. It's not a very simple task. Very, very difficult task. And you need some intuition. And to just decide in favor of one person. And point number 1. Point number 2, that decision should be correct also. There are two things. Decide ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. എങ്ങനെയെങ്കിലും ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഡിസൈഡ്. But again, it should be correct also. Therefore, you should be conscious that your decision should be fair, just, and you are rendering justice. എനിക്ക് തോന്നിയിട്ടുണ്ട്, I have probably decided almost ഒരു 30,000 കേസസ് കോടതി വന്നിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഓരോ കേസും ഡിസൈഡ് ചെയ്യുമ്പോൾ സ്വാമിയുടെ ഒരു ഇൻഡ്യൂഷൻ എനിക്കുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട്, ഞാൻ എൻ്റെ പല തീരുമാനങ്ങളും 5, 6, 7 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ട്, എനിക്ക് അന്ന് 6 വർഷം അല്ലെങ്കിൽ 7 വർഷം 8 വർഷം മുമ്പ് ആ കേസ് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി ഇതിൻ്റെയൊക്കെ ഒരു ആൻസർ ഐ ക്യാൻ ജസ്റ്റ്, സ്വാമിയല്ല വേറൊരു ആൻസർ എൻ്റെ ആ ഒരു ഡിവോഷനും എൻ്റെ ഒരു
സ്വാമിയിലേക്കുള്ളൊരു സറണ്ടർ മാത്രമല്ല, വേറൊരു കാരണം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഓൾവേസ് സ്വാമി ഹാസ് ടേക്കൺ കെയർ ഓഫ് മീ ആൻഡ് ഹാസ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് മീ ആൻഡ് ഈവൻ നൗ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മീ ആൻഡ് അണ്ടിൽ മൈ ഡെത്ത് ദാറ്റ് വിൽ കണ്ടിന്യൂ. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. ദാറ്റ് ഈസ് ഹൗ ഞാൻ സ്വാമിയുടെ അങ്ങനെയാണ്, ആ ലൈനിലാണ് ഞാനും എൻ്റെ സ്വാമിയുമായിട്ടുള്ള ഒരു ഇക്വേഷൻ.